മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് CJM കോടതിയുടെ നോട്ടീസ്. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയ നടപടിക്കെതിരെയായ ഹർജിയിലാണ് നോട്ടീസ്. KSRTC ഡ്രൈവറായിരുന്ന യദു നൽകിയ പരാതിയിലാണ് നോട്ടീസ്. വിവരങ്ങളുമായി അൻഫിൽ ചേരുകയാണ്. അൻഫിൽ, നേരത്തെ തന്നെ ഇരുവരെയും കുറ്റവിമുക്തരാക്കിയിരുന്നു. അതിനെതിരെ ഇപ്പോൾ യദു നൽകിയ പരാതിയിലാണല്ലോ ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കോടതി ഇതിൽ നോക്കുക? ഇത് 2024 ഏപ്രിൽ 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഏറെ കോളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു. അതായത് നടു റോട്ടിൽ പാളയത്ത് വെച്ച് KSRTC ബസ്സിനെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയുമായ സച്ചിൻ ദേവും സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞു നിർത്തുകയും ആ വാഹനത്തിനുള്ളിൽ കയറി യാത്രക്കാരെയും ആ വാഹനത്തെയും തടസ്സപ്പെടുത്തിയെന്നാണ് ഡ്രൈവറായിരുന്ന യദു പരാതി നൽകിയത്. മാത്രമല്ല യദുവിനെ അസഭ്യം പറഞ്ഞുവെന്നും പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി അന്ന് പോലീസ് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ പരാതി രജിസ്റ്റർ ചെയ്തിരുന്നുമില്ലായിരുന്നു. അതേസമയം മേയർ നൽകിയ പരാതിയിൽ യദുവിനെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു. അതായത് മേയറെ അശ്ലീല ഭാഷയിൽ ആംഗ്യത്തിലൂടെ അശ്ലീലം കാട്ടി എന്ന രീതിയിലായിരുന്നു പരാതി നൽകിയത്. ഇതിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ കോടതി ഇടപെട്ടാണ് മേയർക്കെതിരെയും സച്ചിനെതിരെയും അന്ന് കേസെടുക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ അത് പിന്നീട് ഇരുവരെയും കുറ്റവിമുക്തരാക്കിയാണ് കോടതി വെറുതെ വിട്ടത്. അതായത് യദു നൽകിയ പരാതിയിൽ മേയർ വാഹനം തടഞ്ഞ് സച്ചിനകത്ത് കയറിയെന്നായിരുന്നു. എന്നാൽ വാഹനം തടഞ്ഞുവെങ്കിലും ഡ്രൈവർ തന്നെയാണ് വാഹനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തത്. അതുകൊണ്ട് കയറി എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ യദുവിനെ അസഭ്യം പറഞ്ഞതിന് തെളിവുകളോ സാക്ഷികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആകെ കുറ്റക്കാരനായത് ആ വാഹനം ഓടിച്ചിരുന്നത് മേയറുടെ സഹോദരനായിരുന്നു. സഹോദരൻ അരവിന്ദന് മാത്രമാണ് പ്രതിയാക്കുകയും മേയർ ആര്യയെയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ സച്ചിനെതിരെയും മേയർക്കെതിരെയും യദു നൽകിയ പരാതിയിലൊന്നും തന്നെ വ്യക്തമായ സാക്ഷികളോ തെളിവുകളോ ഇല്ല എന്ന കാരണത്താലായിരുന്നു അന്ന് കോടതി ഇരുവരെയും കുറ്റവിമുക്തരാക്കിയത്. എന്നാൽ ഇപ്പോൾ അതിനെതിരെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്, ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഈ യദു പരാതി നൽകുകയും അതിനെതിരെ ഈ യദുവിന്റെ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ പരാതിക്ക് കഴമ്പുണ്ട് എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇരുവർക്കും കുറ്റവിമുക്തരാക്കിയ ഇരുവർക്ക് എതിരെ ഇപ്പോൾ നോട്ടീസ് അയക്കാനായി കോടതി ഉത്തരവായിരിക്കുന്നത്. നോട്ടീസ് അയക്കുമ്പോൾ തീർച്ചയായും ഇരുവരെ വീണ്ടും പ്രതിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ആ കേസിൽ വലിയൊരു നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റിലേക്കാണ് ഈ കേസ് അത്രയേറെ ചർച്ച ചെയ്യുകയും അത്രയേറെ കോളക്കം ഉണ്ടാക്കുകയും ചെയ്തൊരു കേസിലാണ് ഇപ്പോൾ പരാതിക്കാരനായ KSRTC ഡ്രൈവറായ യദുവിന്റെ പരാതിയിൽ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കുറ്റവിമുക്തരാക്കിയ മേയറിനെയും KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും ഇപ്പോൾ കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്.